പ്രിയ വിദ്യാർത്ഥികളെ, +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ലെസണാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഈ ലെസൺ വളരെ ലെങ്തിയാണ്. 2 വീഡിയോ ഭാഗങ്ങളായിട്ടാണ് വിശദീകരണം. എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics when the country was in dire need of such a leadership. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു നേതൃത്വം വളരെ അത്യാവശ്യമായി വന്നപ്പോൾ ഗാന്ധിജിയുടെ സമയോചിതമായ വരവിനെക്കുറിച്ച് നെഹ്റു എഴുതുന്നു. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ്ഡ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ നീക്കം ചെയ്ത പ്രകാശ രശ്മിയെപ്പോലെയായിരുന്നു ഗാന്ധിജി. ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് അസസ്മെന്റ് ഓഫ് ഗാന്ധിജി ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. നെഹ്റു തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ശരിയായ ഒരു വിശകലനം നടത്തുകയാണ്. റീഡ് ദി എക്സെപ്റ്റ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. World War I ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു. സ്വാഭാവികമായും യുദ്ധാനന്തരം സമാധാനം വരും. എന്നാൽ സമാധാനം ആശ്വാസവും പുരോഗതിയും കൊണ്ടുവരുന്നതിന് പകരം പഞ്ചാബിൽ അടിച്ചമർത്തൽ നിയമവും പട്ടാള ഭരണവുമാണ് കൊണ്ടുവന്നത്. A bitter sense of humiliation and a passionate anger filled our people. അപമാനവും ദേഷ്യവും നിറഞ്ഞ ഒരു കൈപ്പേറിയ വികാരമാണ് ജനങ്ങളിൽ നിറഞ്ഞത്. We had become a derelict nation. എല്ലാവരും കൈയൊഴിഞ്ഞ ഒരു അനാഥ രാഷ്ട്രമായി നാം മാറിയിരുന്നു. Derelict, abandoned, എല്ലാവരും കൈയൊഴിഞ്ഞ, ഉപേക്ഷിക്കപ്പെട്ട. Yet what could we do how to change this vicious process? ഈ ദുഷിച്ച പ്രക്രിയ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? We seem to be helpless in the grip of some all-powerful monster. അതിശക്തനായ ഒരു രാക്ഷസന്റെ പിടിയിലകപ്പെട്ട് നിസ്സഹായരായ പോലെ നമുക്ക് തോന്നി. Our limbs were paralyzed, our minds deadened. നമ്മുടെ ശരീരാവയവങ്ങൾ തളർന്ന പോലെയും മനസ്സ് മരവിച്ച പോലെയും ആയി. Large numbers of people cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed, and helpless, hopeless, sank ever deeper into the morass. വലിയൊരു കൂട്ടം ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള കൈത്തൊഴിലോ സാങ്കേതിക ജോലിയോ ചെയ്യാനാകാതെ രാജ്യത്തു നിന്നും മാറ്റപ്പെട്ടു. നിസ്സഹായരായി, പ്രതീക്ഷയറ്റവരായി, നിലയില്ലാത്ത ചതുപ്പ് നിലത്തേക്ക് ആഴ്ത്തപ്പെട്ട തൊഴിൽ രഹിതരുടെ വൻകൂട്ടത്തിലേക്ക് അവർ ചേർക്കപ്പെട്ടു. മൊറാസ്, ചതുപ്പ് നിലം, ഇവിടെ ഒരു പ്രതിസന്ധി ഘട്ടം എന്നർത്ഥം. They did not know where to look. എങ്ങോട്ട് നോക്കണമെന്ന് ആ ജനങ്ങൾക്കറിയുമായിരുന്നില്ല. For neither the old nor the new offered them any hope. മുതിർന്ന നേതാക്കളോ ചെറുപ്പക്കാരായ നേതാക്കളോ പുതുതായിട്ട് വന്ന നേതാക്കളോ ആരും അവർക്ക് ഒരു പ്രതീക്ഷയും നൽകിയില്ല. What could we do? നമുക്കെന്ത് ചെയ്യാൻ കഴിയും? How could we pull India out of this quagmire of poverty and defeatism? ദാരിദ്ര്യത്തിൻ്റെയും തോൽവിയുടെയും ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്കെങ്ങനെ ഇന്ത്യയെ കരകയറ്റാനാകും? കോഗ്മേർ, ഒരു പ്രതിസന്ധി ഘട്ടം. Not for a few years of excitement and agony and suspense. കുറച്ചു കാലത്തേക്കുള്ള ആവേശവും വേദനയും സസ്പെൻസും മാത്രമല്ല. But for long generations our people had offered their blood and toil, tears and sweat. തലമുറകളായി നമ്മുടെ പൂർവികർ അവരുടെ രക്തവും അധ്വാനവും കണ്ണീരും വിയർപ്പും രാജ്യത്തിനു വേണ്ടി അർപ്പിച്ചിട്ടുണ്ട്. And this process had eaten its way deep into the body and soul of India,
poisoning every aspect of our life. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും വിഷലിപ്തമാക്കിക്കൊണ്ട് ചൂഷണത്തിൻ്റെ ഈ പ്രക്രിയ നമ്മുടെ ഇന്ത്യയുടെ ശരീരത്തിലേക്കും ആത്മാവിലേക്കും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഗാന്ധിജി രംഗപ്രവേശം ചെയ്തത്. ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മെയ്ഡ് us stretch ourselves and take deep breaths. അദ്ദേഹം നമുക്ക് പുതിയ ശക്തിയും ജീവവായുവും നൽകിയ ശക്തമായ ഒരു ശുദ്ധവായു പ്രവാഹം പോലെയായിരുന്നു. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് that pierced the darkness and removed the scales from our eyes. അദ്ദേഹം നമ്മുടെ കണ്ണുകളിലെ മറയും ഇരുട്ടും നീക്കി അതിതീക്ഷ്ണമായ ഒരു പ്രകാശ രശ്മി പോലെ നമുക്ക് പുതുവെളിച്ചം പകർന്നു. ലൈക്ക് എ whirlwind that upset many things, but most of all the working people's mind. പലതിനെയും തകിടം മറിക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു അദ്ദേഹം. എല്ലാറ്റിനും ഉപരിയായി അദ്ദേഹം ജനമനസ്സുകളെ പ്രവർത്തന സജ്ജമാക്കി. He did not descend from the top. He seemed to emerge from the millions of India, speaking their language. അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു നേതാവായിരുന്നില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കിടയിൽ നിന്ന് അവരുടെ സ്വന്തം ഭാഷ സംസാരിക്കുന്ന ഒരു നേതാവായാണ് ഗാന്ധിജി ഉയർന്നു വന്നത്. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. ഇവിടെ ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ഗാന്ധിജി പറഞ്ഞതായിട്ട് നെഹ്റു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലേക്ക് കോട്ട് ചെയ്യുകയാണ്. ഈ ഭാഗം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഗാന്ധിജി പറഞ്ഞു, കർഷകരെയും തൊഴിലാളികളെയും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന എല്ലാവരും ആ പാവങ്ങളുടെ മുതുകിൽ നിന്നും ഇറങ്ങിപ്പോവുക. ദാരിദ്ര്യവും ദുരിതവും തീർക്കുന്ന ഈ സംവിധാനങ്ങളെ നിങ്ങളെല്ലാവരും ഒഴിവാക്കുക, ഗാന്ധിജി ശക്തമായി ആവശ്യപ്പെട്ടു. Political freedom took a new shape and then acquired a new content. അന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു പുതിയ രൂപമെടുക്കുകയും പുതിയ ഉള്ളടക്കം സ്വന്തമാക്കുകയും ചെയ്തു. Much that he said we only partially accepted or sometimes did not accept at all. ഗാന്ധിജി അന്ന് പറഞ്ഞ പലതും നാം ഭാഗികമായി മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ തീരെ അംഗീകരിച്ചിട്ടേയില്ല. But all this was secondary. The essence of his teaching was fearlessness and truth, and action allied to these, always keeping the welfare of the masses in view. എന്നാൽ ഇതെല്ലാം അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. ഗാന്ധിജിയുടെ എല്ലാ സന്ദേശങ്ങളും നാം പൂർണ്ണമായും സ്വീകരിച്ചു എന്നുള്ളത് അതല്ല പ്രധാനപ്പെട്ടത്. അതിനേക്കാളേറെ നിർഭയത്വവും സത്യവും ജനക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ സാരം, അതിൻ്റെ സത്ത. The greatest gift of an individual or a nation, so we had been told in our ancient books, was abhaya, that is fearlessness, not merely bodily courage, but the absence of fear from the mind. ഒരു വ്യക്തിയെ സംബന്ധിച്ചോ രാജ്യത്തെ സംബന്ധിച്ചോ ഏറ്റവും വലിയ സമ്മാനം എന്നത് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ അഭയ അഥവാ ഫിയർലെസ്നെസ്, നിർഭയത്വമാണ്. അത് കേവലം ശാരീരിക ധൈര്യം മാത്രമല്ല, മനസ്സിൽ നിന്നുള്ള ഭയത്തിൻ്റെ അഭാവമാണ്. ഭയമില്ലാത്ത ഒരു മനസ്സുണ്ടാവുക, അതുതന്നെയാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ്. The dominant impulse in India under British rule was that of fear. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലുള്ള ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു മാനസികാവസ്ഥ ഭയമായിരുന്നു. എല്ലാവരും ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഭയപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. പെർവേസീവ്, വ്യാപകമായ ഭയം. ഓപ്രസിംഗ്, അടിച്ചമർത്തുന്ന ഭയം. സ്ട്രാംഗ്ലിംഗ് ഫിയർ, കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഭയം.
fear of the army, the police, the widespread secret service. സൈന്യത്തോടുള്ള ഭയം, പോലീസിനോടും രഹസ്യ പോലീസിനോടുമുള്ള ഭയം. ഫിയർ ഓഫ് ദി ഒഫീഷ്യൽ ക്ലാസ്, ഉദ്യോഗ വർഗത്തോടുള്ള ഓഫീസേഴ്സിനോടുള്ള ഭയം. ഫിയർ ഓഫ് ലോസ് മെന്റ് ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, അടിച്ചമർത്തൽ നിയമങ്ങളോടും ജയിലിനോടുമുള്ള ഭയം. മാത്രമല്ല, ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, ഫിയർ ഓഫ് ദ മണി ലെൻഡർ, ബ്രിട്ടീഷ് പക്ഷം നിൽക്കുന്ന ഭൂവുടമയുടെ ഏജന്റുമാരോടും പണമിടപാടുകാരോടുമുള്ള ഭയം. അതിനൊക്കെ പുറമെ ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ വിച്ച് were ഓൾവേസ് ഓൺ ദ ത്രെഷോൾഡ്, നമ്മുടെ വാതിൽപ്പടിയിൽ എന്ന പോലെ നമ്മോട് തൊട്ടടുത്ത് നിൽക്കുന്ന തൊഴിലില്ലായ്മയുടെയും പട്ടിണിയുടെയും അവസ്ഥയെക്കുറിച്ചുള്ള ഭയം. ഇങ്ങനെ ഭയം നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ജീവിച്ചിരുന്നത്. It was against this all-pervading fear that Gandhi's quiet and determined voice was raised. സർവ്വവ്യാപിയായ, ഓൾ പെർവേഡിങ്, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ഈ ഭയത്തിനെതിരെയാണ് ഗാന്ധിയുടെ ശാന്തവും എന്നാൽ ഉറച്ചതുമായ ശബ്ദം ഉയർന്നത്. ബി നോട്ട് അഫ്രൈഡ്, ഭയപ്പെടരുത് എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. വാസ് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദാറ്റ്? എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഭയപ്പെടരുത് എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റ് കാര്യങ്ങളെപ്പോലെ അത്ര ലളിതമായ ഒരു കാര്യമാണോ? ജനങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുമോ? നോട്ട് ക്വൈറ്റ്, തികച്ചും അല്ല. ആൻഡ് യെറ്റ് fear builds its phantoms which are more fearsome than reality itself. ഭയം യാഥാർത്ഥ്യക്കാൾ ഭീകരമായ ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു. ഫാൻറ്റംസ്, ഭീകരരൂപങ്ങൾ, പേടിപ്പെടുത്തുന്ന രൂപങ്ങളെ ജനമനസ്സുകളിൽ ഭയം സൃഷ്ടിക്കുന്നു. ആൻഡ് റിയാലിറ്റി, when calmly analyzed and its consequences willingly accepted, loses much of its terror. എന്നാൽ യാഥാർത്ഥ്യത്തെ ശാന്തമായി വിശകലനം ചെയ്യുകയും അതിൻ്റെ അനന്തരഫലങ്ങൾ മനസ്സോടെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച ഭീകരത കുറയും. So suddenly, as it were, that black pall of fear was lifted from the people's shoulders, not wholly, of course, but to an amazing degree. അങ്ങനെ ഗാന്ധിജിയുടെ ഉപദേശഫലമായി പൂർണ്ണ തോതിലല്ലെങ്കിലും വലിയ ഒരളവോളം ഭയത്തിൻ്റെ കരിമ്പടം, ബ്ലാക്ക് പാൾ, ബ്ലാക്ക് ബ്ലാങ്കറ്റ്, ഭയം ജനങ്ങളെ ഒരു കറുത്ത പുതപ്പ് പോലെ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ആ കരിമ്പടം ജനത്തിൻ്റെ തോളത്ത് നിന്നും ക്രമേണ എടുത്തു മാറ്റപ്പെട്ടു. പൂർണ്ണമായി മാറിയില്ലെങ്കിലും വലിയൊരളവിൽ ഭയം മാറിത്തുടങ്ങി. As fear is close companion to falsehood, so truth follows fearlessness. ഭയം എന്നത് അസത്യത്തിൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. അതുപോലെ തന്നെയാണ് ഭയം ഇല്ലാത്തിടത്ത് സത്യം കടന്നു വരുന്നതും. ജനങ്ങൾ ഭയപ്പെടുമ്പോൾ അസത്യം പ്രവർത്തിക്കാൻ അവർ പ്രേരിതമാകും. എന്നാൽ ഭയം മാറി മനസ്സിലേക്ക് ധൈര്യം, ശാന്തത കടന്നു വരുമ്പോൾ അവർ സത്യസന്ധരായി മാറും. The Indian people did not become much more truthful than they were. എന്നാൽ ഇതിനർത്ഥം ഇന്ത്യക്കാരെല്ലാവരും മുമ്പത്തേക്കാൾ കൂടുതൽ സത്യസന്ധരായി മാറി എന്നല്ല. Nor did they change their essential nature overnight. ഇന്ത്യക്കാരുടെ സ്വഭാവം ഒറ്റ രാത്രി കൊണ്ട് മാറി എന്നുമല്ല ഇതിനർത്ഥം. എന്നാൽ a sea change was visible as the need for falsehood and furtive behavior lessened. എന്നിരുന്നാലും കളവും ചതിയും നിറഞ്ഞ സ്വഭാവം കുറഞ്ഞു വരുന്ന വലിയൊരു മാറ്റം ദൃശ്യമായി. ജനങ്ങളിൽ നിന്നും ഭയം മാറി അവർക്ക് അല്പം ധൈര്യം കടന്നു വന്നതോടുകൂടി ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. ജനങ്ങളിലുണ്ടായ ആ മാറ്റം തികച്ചും മനഃശാസ്ത്രപരമായ ഒരു മാറ്റമായിരുന്നു. ഭയം മാറി
സത്യസന്ധത ജനങ്ങളിൽ കൈവന്നു. അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുണ്ടായ മാറ്റം തികച്ചും ഒരു മനഃശാസ്ത്രപരമായ മാറ്റമായിരുന്നു. Almost as if some expert in psychoanalytical methods had probed deep into the patient's past, found out the origins of his complexes, exposed them to his view, and thus rid him of that burden. ഒരു സൈക്കോളജിസ്റ്റ് തൻ്റെ രോഗിയുടെ ഭൂതകാലങ്ങളിലേക്ക് ആഴത്തിൽ പഠനം നടത്തി പ്രശ്നങ്ങളെ രോഗിയുടെ മുമ്പിൽ തുറന്നു കാട്ടി അയാളുടെ പ്രശ്നങ്ങൾ അയാളിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുന്ന പോലെയുള്ള ഒരു പ്രക്രിയ ആയിരുന്നു ഗാന്ധിജി അന്ന് നടപ്പിലാക്കിയത്. There was the psychological reaction also. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മനഃശാസ്ത്രപരമായ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നു. A feeling of shame at our long submission to an alien rule that had degraded and humiliated us. നമ്മെ തരം താഴ്ത്തുകയും അപമാനിക്കുകയും ചെയ്ത ഒരു ഏലിയൻ റൂൾ, വിദേശ രാജ്യഭരണത്തിന് നാം ദീർഘകാലമായി കീഴടങ്ങുന്നതിൽ ജനങ്ങളിൽ ലജ്ജ തോന്നി തുടങ്ങി. അതായിരുന്നു ആ സൈക്കോളജിക്കൽ റിയാക്ഷൻ. ഒരു വിദേശ രാജ്യം നമ്മെ ദീർഘകാലമായി അപമാനിച്ചുകൊണ്ടും തരം താഴ്ത്തിക്കൊണ്ടും ഭരിക്കുന്നു. ആ ഭരണത്തിന് നാം ഒതുങ്ങിക്കൊടുക്കുന്നു, കീഴടങ്ങിക്കൊടുക്കുന്നു എന്നതിൽ ജനങ്ങളിൽ തന്നെ ഒരു ലജ്ജ തോന്നി തുടങ്ങി. And a desire to submit no longer, whatever the consequences might be. മാത്രമല്ല, അനന്തരഫലങ്ങൾ എന്തു തന്നെ ആയാലും ഇനി അത്തരമൊരു ഭരണത്തിന് കീഴടങ്ങാതിരിക്കാനുള്ള ആഗ്രഹവും ജനങ്ങളിലുണ്ടായി. ഇനിയും അടിമകളായിട്ട് ജീവിക്കാനാകില്ല എന്ന ഒരാഗ്രഹവും ജനങ്ങളിൽ ഉണ്ടായി. കീഴടങ്ങാതിരുന്നാൽ അതിൻ്റെ അനന്തരഫലം എന്തുമായിക്കൊള്ളട്ടെ അത് സഹിക്കാൻ ജനങ്ങൾ തയ്യാറായി. We did not grow much more truthful perhaps than we had been previously. ഒരുപക്ഷെ ജനങ്ങൾ മുമ്പത്തതിനേക്കാൾ കൂടുതൽ സത്യസന്ധരായി മാറിയിട്ടൊന്നുമില്ല. But Gandhi was always there as a symbol of uncompromising truth to pull us up and shame us into truths. എന്നാൽ മഹാത്മാഗാന്ധി വിട്ടുവീഴ്ചയില്ലാത്ത സത്യത്തിൻ്റെ പ്രതീകമായി എല്ലായ്പ്പോഴും നമ്മോടൊപ്പം നിന്ന് അസത്യത്തിൽ ലജ്ജ തോന്നിപ്പിച്ച് നമ്മെ സത്യത്തിലേക്ക് നയിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. വിദ്യാർത്ഥികൾ ഈ 2 വീഡിയോകളും കണ്ട് ഈ ലെസൺ ശരിയാം വിധം പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.